എട്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായിക്കൊണ്ട് തന്നെ തുടർന്നങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ അങ്കണവാടികൾ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളോട് ഒരുമിച്ച് കൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ്. അതായത് കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് അവരെ കൂടുതൽ ആക്റ്റീവാക്കി എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അംഗൻവാടി പ്രവർത്തകർ, പ്രത്യേകിച്ച് അംഗൻവാടി വർക്കറുടെ നേതൃത്വത്തിൽ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ECCയുടെ ഭാഗമായി കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ് നാളത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് കഥ പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ തന്നെ കുട്ടികളെ കൂടുതൽ ആക്റ്റീവാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പാഠ്യവും വിനോദവും ഒരുമിക്കുന്ന ഒരു മികച്ച രീതിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രായം, താല്പര്യം, മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയ്ക്കനുസരിച്ച് കൊണ്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ കഥ പറയൽ ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ ടീച്ചേഴ്സ് നടത്താനുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും നമ്മൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് റെഫർ ചെയ്യുന്നതിനാണ് ഈ രീതികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളൊരു കഥ പറയുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള കഥയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചെറിയ കുട്ടികൾക്കാവുമ്പോൾ ചെറിയ കഥകൾ, അതേപോലെ വലിയ കുട്ടികൾക്ക് AG കുട്ടികളൊക്കെ ആണെങ്കിൽ അത്തരം രീതിയിലുള്ള കുട്ടികൾക്കനുസരിച്ചിട്ടുള്ള കഥകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒപ്പം തന്നെ സരളമായിട്ടുള്ള ഭാഷയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നല്ലൊരു ആരംഭവും സമാപ്തിയുമുള്ള കഥ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത്തരം കഥകൾ തിരഞ്ഞെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ആകർഷകത ആ കുട്ടികളിലേക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് കഥ പറയുന്ന രീതി എന്ന് പറയുന്നത് സ്വരത്തിൽ മാറ്റം കൊണ്ടുവരണം. അതായത് പെരുവഴി, ഭീകരൻ, കുഞ്ഞു പക്ഷി തുടങ്ങിയവയ്ക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളോട് കൂടിയിട്ടുള്ള കഥകളായിരിക്കണം നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ മുഖഭാഗങ്ങളും കൈചലനങ്ങളും ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാം, കുട്ടികൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയം ടീച്ചർ കഥ പറയുന്നു. എല്ലാ ടീച്ചേഴ്സും അതിനൊക്കെ വലിയ കേപ്പബിളുള്ള അല്ലെങ്കിൽ എബിലിറ്റിയുള്ള ടീച്ചേഴ്സ് ആണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതി പറയുന്നു എന്ന് മാത്രം. ഒപ്പം തന്നെ നിങ്ങൾ കഥ പറയുന്നതിനിടയ്ക്ക് തന്നെ കുട്ടികളെ കൂടി ആ കഥയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് അടുത്തത് എന്താകും സംഭവിക്കുക, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ശരിയാണെന്ന്. ചില ഭാഗങ്ങൾ കുട്ടികളെ ആവർത്തിപ്പിക്കുക, ഒരു വരി, ശ്ലോകം, ശബ്ദം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ കുട്ടികൾ കൂടി ടീച്ചറുടെ ആ കഥ പറച്ചിലിൽ എൻഗേജ്ഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കഥ മുഴുവൻ കേൾക്കാനുള്ള താല്പര്യം ജനിക്കും എന്നുള്ളതാണ് കൃത്യമായി പറയാനുള്ളത്. അതുകൂടാതെ തന്നെ നിങ്ങൾ പറയുന്ന കഥയിൽ കുറച്ച് പാട്ടോ താളമോ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒപ്പം തന്നെ കഥയുടെ സന്ദേശം വിശദീകരിക്കണം. കഥ കഴിഞ്ഞ് ചെറിയൊരു പാഠമോ അല്ലെങ്കിൽ മോറലോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ പാഠം ബലമായി അടിച്ചേൽപ്പിക്കാതെ കഥയിൽ നിന്നും സ്വാഭാവികമായി വരുന്നത് പോലെയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ കഥ പറയുന്ന ഒരു അന്തരീക്ഷം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അനുയോജ്യമായിട്ടുള്ള ഭാഗമാണ്. അതായത് സാന്ത്വനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അതായത് ശാന്തമായിട്ടുള്ള ഒരിടം. കഥ പറയുമ്പോൾ പുസ്തകം, ചിത്രം, പാവകൾ മുതലായവ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, മുതലയും കാക്കയും പറയുമ്പോൾ മുതലയുടെ ശബ്ദം കട്ടിയാക്കി കാക്കയ്ക്ക് ചെറിയ ശബ്ദം നൽകി പറഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ ആസ്വദിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയം തന്നെ കുട്ടികളെ കൂടുതൽ ആക്റ്റീവ് ആക്കിയിട്ട് ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ്. ഇതെല്ലാം തന്നെ ECCയുടെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നതാണ്. നമുക്കറിയാം, അംഗൻവാടിയിൽ വരുന്ന എല്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കും നമ്മൾ ECC എല്ലാ ദിവസങ്ങളും ആക്ടിവിറ്റികൾ നടത്താറുണ്ട്. ഈ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയം പോർഷൻ ട്രാക്കറിലും കൃത്യമായി മാർക്ക് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അംഗൻവാടി അറ്റൻഡൻസ് ഒക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം ECC എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ ഡെയിലി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ടീച്ചേഴ്സിന് ഏത് കഥകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് കുട്ടികളോട് കഥ പറയാം. പക്ഷേ ഇത്തരത്തിൽ കഥ പറയുന്ന സമയം ആ കഥയിലൊരു മോറൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഠം എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് ആസ്വാദകരമാവുന്ന രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു കഥ കൂടി നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഇട്ട് തരുന്നുണ്ട്. കൃത്യമായിട്ട് ഈ കഥയോ നിങ്ങൾക്ക് അറിയുന്ന കഥയോ എന്ത് തന്നെയാണെങ്കിലും നാളത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ECCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം തന്നെ കൃത്യമായി ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ രേഖപ്പെടുത്തുന്ന സമയം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികളോടൊപ്പം വട്ടത്തിലിരുന്നു കൊണ്ട് ടീച്ചർ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഹെൽപ്പറോട് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ആ ഫോട്ടോ നിങ്ങൾ ക്യാമറയിൽ സൂക്ഷിക്കുക. ഇതാണ് നിങ്ങൾ ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇത്തരത്തിൽ കഥയൊക്കെ അവസാനിച്ചതിന്
ശേഷം 1, 2, 3 കുട്ടികൾ ചിലപ്പോൾ സംശയം ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അപ്പോൾ 2, 3 കുട്ടികളെ ചേർത്ത് നിർത്തി ടീച്ചർ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത്. അതൊക്കെയാണ് നിങ്ങൾ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടെ രേഖപ്പെടുത്തേണ്ടത്. ഇതെല്ലാം പോഷന്മാരുടെ ECC പ്രവർത്തനമായിട്ട് നമുക്ക് ജനാന്തോളനിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും. അങ്ങനെ അംഗൻവാടിയിൽ നമ്മൾ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വിട്ടുപോവാതെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തതൊക്കെ തന്നെ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുക. ജനാന്തോളം ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്രം വരെ എത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ രാജ്യത്തും പുറത്തുമുള്ള ആർക്കും നമ്മളുടെ ഈ പരിപാടിയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദ വിവരം നമ്മൾക്ക് ഈ ഡാഷ്ബോർഡിലൂടെ കിട്ടും. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ അവർക്കെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ, നമ്മളെ ആക്ടിവിറ്റി കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കൂടെ നിങ്ങൾ രേഖപ്പെടുത്തി വിടുക. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എങ്ങനെയാണ് ഈ ഇന്നത്തെ ECC പ്രവർത്തനം രേഖപ്പെടുത്തേണ്ടത്, അതിൻ്റെ ആക്ടിവിറ്റി എന്താണ്, അതിൻ്റെ തീം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ തുടർന്ന് കാണുക. അതിനുശേഷം കൃത്യമായി നമ്മൾ അയച്ചു തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് കയറി നിങ്ങൾക്ക് കിട്ടിയ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾ അംഗൻവാടി തല പ്രവർത്തനങ്ങൾ തുടർച്ചയായി തന്നെ വിട്ടുപോകാതെ രേഖപ്പെടുത്തി വരിക.